ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത്. കൊച്ചിയിൽ PG ആയിട്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്, അതായത് പേയിങ് ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതെൻ്റെ കൊച്ചിയിലെ റൂമാണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടോളൂ. ഇന്ന് രാവിലെ എനിക്കിവിടെ പുട്ടും കടലയാണ്. നല്ല ടേസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല. എല്ലാ ഫുഡ് വരുമ്പോഴും വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതൽ കാരണം കുറച്ചുകൂടെ വെള്ളം ഞാനായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനും കുടിക്കും. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിട്. ഇനി എൻ്റെ ജോലിനെ പറ്റി പറയാം. ഞാൻ ഈ ഇരുന്ന് ഹായ് പറയുന്ന സ്ഥലമാണ് എൻ്റെ ജോലി സ്ഥലം. പക്ഷേ ഈ കറങ്ങുന്ന കസേര എൻ്റെതല്ല കേട്ടോ. എൻ്റെ ജോലി കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ എൻ്റെ ജോലിയെന്ന്. അതുമല്ല, അതിൻ്റെതൊരു ഭാഗമാണ്. അങ്ങനെ ഉച്ചയായപ്പോൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോയി. അടിപൊളി വാഴയിലില്ലാത്ത സദ്യ ഞാൻ കഴിക്കുകയാണ്. പപ്പടവും മോരും എരിശ്ശേരിയും അവിയലും പായസവും ഒക്കെ കൂട്ടിയിട്ട് ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം എൻ്റെ ജോലി എന്താണെന്ന് ചിലർക്കറിയാം, ബാക്കി ചിലർക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിപ്പോൾ ജോലി എന്താണെന്ന് പറയുന്നില്ല. കാരണം ഞാനിപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം എൻ്റെ ജോലി സ്ഥലത്ത് വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ പണിക്കാരെ നോക്കുന്നതാണ് എൻ്റെ ആ സമയത്തെ ജോലി. അപ്പോൾ വരും വീഡിയോകളിൽ ഞാൻ എൻ്റെ ജോലി എന്താണ്, ഞാൻ എവിടെയാണ്, എന്ത് പൊസിഷനിലാണ് ഞാൻ ജോലി ചെയ്യണത് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ സദ്യ മടമടാന്ന് കഴിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ പോയാൽ ഈ ഉണക്കമുളകും പിന്നെ നല്ല കട്ട തൈരും ഇല്ലേ, അത് കൂട്ടി ഫുഡ് കഴിക്കും. എനിക്ക് ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വീണ്ടും വർക്ക് സൈറ്റിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ വർക്കൊക്കെ തീർന്ന് അപ്പം പോകാൻ നേരത്ത് നിങ്ങളോടൊരു ബായ് പറയാമെന്ന് വിചാരിച്ചു. ആ ബായ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന നേരം ആ സൈഡിൽ ബജ്ജിക്കട കണ്ടപ്പോൾ ഞാൻ 2 വാഴക്ക ബജ്ജിയും കൂടി വാങ്ങി കഴിച്ചു.